ഞാൻ ഭയങ്കര നെഗറ്റീവായിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു. ബട്ട് ആയിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല, ഇപ്പോഴും ഞാൻ കുറച്ചൊക്കെ ആണ്. ബട്ട് ദ തിങ് ഈസ്, ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യമുണ്ട്, നമ്മളെപ്പറ്റി നമ്മൾ തന്നെ നെഗറ്റീവായിട്ട് മറ്റൊരാളോട് പറയുമ്പോൾ അല്ലെങ്കിൽ ആക്ച്വലി നമ്മൾ അങ്ങനെ ആയി പോവുകയാണ്. സോ വേർഡ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. നമ്മുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ ചെയ്യാം, കുറേ എണ്ണം ചെയ്യണം, ഇത്ര ടൈമിന് ചെയ്യണം, ഇന്ന ടൈമിന് ചെയ്യണം. നമ്മുടെ ടൈമില്ല നമ്മുടെ കയ്യിൽ, നമ്മൾ റഷ് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ സ്ലോ ആയി സിമ്പിളായിട്ട് നമ്മുടെ ലൈഫ് ലീഡ് ചെയ്യുന്നു, എത്രത്തോളം മനോഹരമായി നമ്മൾ ഓരോ മൊമെൻറ്റ്സും എൻജോയ് ചെയ്യുന്നു, അപ്പോഴാണ് നമ്മുടെ ലൈഫ് സ്പെഷ്യൽ ആകുന്നത്. മരിച്ചു കഴിഞ്ഞാൽ 4 പേര് ഓർക്കാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മൾ സ്പെഷ്യൽ ആക്കണ്ടേ? ആൻഡ് ഓൾസോ ഈ സ്പെഷ്യൽ ആവുന്നതിൻ്റെ പുറകെ പോകാണ്ടേ? നീഡ് ടു ബി ലൈക്ക് ഗോയിങ് വിത്ത് ദ ഫ്ലോ. നമ്മൾ നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് പണിക്ക് പോകാണ്ടിരിക്കുക, ചില്ല് ചെയ്യുക, അതല്ല കേട്ടോ. നമുക്ക് വേണ്ട കാശ് നമ്മൾ ഉണ്ടാക്കുക, നമ്മുടെ പാരൻസിനെ ബുദ്ധിമുട്ടിക്കാണ്ട്, നമ്മുടെ ചുറ്റുള്ള ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാണ്ട് നമുക്ക് ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ആഗ്രഹം. ഓരോരുത്തരും ഈ ലോകത്ത് അവരുടേതായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, പേർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലൈഫിൽ വന്നിരിക്കുന്നത്. സോ നമ്മുടെ പേർപ്പസ് എന്താ എന്ന് നമുക്ക് കണ്ടെത്താൻ ഭയങ്കരമായിട്ട് ടൈം എടുക്കും. ബട്ട് അവിടെ നിന്ന് നമ്മൾ തോൽവി നിശ്ചയിക്കരുത്. വി ഷുഡ് ജസ്റ്റ് മൂവ് ഓൺ. ലൈഫ് അങ്ങനെ തന്നെയാണ്, കുറേ റോളർ കോസ്റ്റർ ഉണ്ടാവും. എൻ്റെ ബ്രെഡ് കരിയാനായി. ഇതിന് മുമ്പ് യൂട്യൂബ് വീഡിയോ തുടങ്ങാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് ഞാൻ, പക്ഷേ വളരെ വൈകിപ്പോയി. ഒന്നിനങ്ങോട്ട് ധൈര്യം കിട്ടുന്നതിന് ഞാൻ വിചാരിച്ചു എന്നെ പോലത്തെ പലരും ഉണ്ട്, എന്നെ പോലത്തെ കുറേ പേരുണ്ട്, അപ്പോൾ ഞാൻ എന്തിനാ തുടങ്ങുന്നത്? കുറേ പേരുണ്ട്, അപ്പോൾ എല്ലാം ഒരു കോപ്പിയടി ആയി പോകില്ലേ? അങ്ങനെയൊക്കെ ഞാൻ കുറേ ചിന്തിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ബ്രെഡും ബട്ടറും ഞാൻ എന്തോ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്കിത് പ്ലേറ്റിലിട്ട് കഴിക്കാം. ഗ്രേറ്റ് ടൈം ഓഫ് ദ ഇയർ എന്ന് പറയും. ലൈഫിൽ കുറേ കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നില്ല. ബിക്കോസ് ഈ വിൻ്റർ ടൈം എനിക്ക് പൊതുവെ ഒരു ഹാപ്പനിങ് ആയിട്ടുള്ളൊരു ടൈമല്ല. അപ്പോൾ ഞാൻ അധികം എന്താ പറയുക, റഷ് ചെയ്യാറില്ല വിൻ്റർ ടൈം. കുറച്ചൊരു വെയിലൊക്കെ ഇവിടുന്ന് വരുന്നുണ്ട്. മേക്കിംഗ് സം വണ്ടർഫുൾ കോഫി. ഞാൻ ചൂടാക്കുന്നില്ല, അങ്ങനെ പച്ചപ്പാല്, ഒരു ഓൾറെഡി പാസ്ചറൈസ്ഡ് മിൽക്കാണ് കിട്ടുന്നത്. സോ തീരാനായി. ഇനി ഞാൻ വിചാരിച്ചു ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, ബട്ട് സാധനങ്ങൾ തീരാണ്ടായാൽ നമ്മൾ തന്നെ പോകുന്നു. അപ്പോൾ ഈ തണുപ്പത്ത് ഇനി പോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. സാരില്ല, പിന്നെ ആലോചിക്കാം. സോ ഞാൻ കോഫി ഉണ്ടാക്കി, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കോസി ആയിട്ടൊരു സിനിമയൊക്കെ കണ്ട് ഇങ്ങനെ എൻ്റെ സ്പേസിൽ ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. ആൻഡ് വാട്ട് അബൌട്ട് യു ഗൈസ്? ഐ ഹോപ്പ് ഇത് ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല. സോ ഐ നോ യു ക്യാൻ കണക്ട്. ഓക്കെ, അപ്പോൾ ശരി, പിന്നെ കാണാം കേട്ടോ.